ഇവരിൽ ആരാണ് ഇന്ന് എലിമിനേറ്റ് ആകുന്നത്? അവസ്ഥയിലല്ലായിരുന്നു. നിലം തൊട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്താണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. വേറൊരു സഹായം വേണ്ട, ഞാൻ മാത്രം മതി. നോക്കിക്കോ. ഇവിടെ നിൽക്കുന്ന എന്താണെന്നുള്ള കാര്യം അതെനിക്കറിയില്ല. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അത് അന്നത്തെ ചോര തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. നീ ഇത്രല്ലേ കണ്ടോളൂ. ഇന്നിപ്പം ആരെങ്കിലും ഔട്ട് ആകുവാണെങ്കിൽ അത് ഞങ്ങൾ തന്നെ ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കതൊരു അസൗകര്യമായിരിക്കില്ലേ? ഒരസൗകര്യമില്ല. ലിഷ ഇന്നാകണം. ലിഷ നമ്മുടെ ഫിനാലിലേക്ക് കയറണം. അതാണ് ഞാൻ ചേച്ചിക്ക് ഫിനാലേക്ക് കയറാം. ഞാൻ ഒരു സ്ഥലത്ത് അവര് പല സ്ഥലത്ത്. ശരി ശരി, അഭിനയം കലക്കി. എനിക്ക് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോ നാളെ വേറെ ഒരു സിനിമയാണേലും കിട്ടും. അഭിനയിക്കാനൊരു ചാൻസ് കിട്ടുമെന്ന് നോക്കണം. എന്റെ പൊന്നു ചങ്ങാതി, വല്ലപ്പോഴും ഞാനൊരു സിനിമ കാണുന്നതാ, അതില്ലാതാക്കല്ലേ. നമുക്ക് ആഗ്രഹമില്ലേ? എലിമിനേഷൻ റൗണ്ട് അതല്ലേ റിയാലിറ്റി ഷോ. നിനക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഞാൻ ഇല്ല ഒരാൾ ഔട്ടായിട്ട് പോകാനെ കൊണ്ടാണെങ്കിൽ എന്നെ ഔട്ടാക്കണം. 50 പൈസയുടെ ആക്ടിങ് ഞാൻ നിനക്ക് സമ്മാനമായിട്ട് തരുന്ന ഓസ്കാർ അവാർഡ് എടുത്തോ, എന്നിട്ട് അണ്ണാക്കിലേക്ക് തിരിക്കോ. അങ്ങനെ ചെയ്യരുത്. നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ റൂൾസ് അല്ലേ. പ്ലീസ് ചേച്ചി, നമുക്ക് നമ്മുടെ ഷോ മുന്നോട്ട് കൊണ്ടുപോകണം. കുറെ നേരമല്ല നീ കിടന്ന് കുറയ്ക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ വേണ്ട വേണ്ട നിന്റെ തല കയറാൻ പോണോ? നിനക്ക് എത്ര പ്രായടാ? മൂത്താണ് ഇളകുന്ന ഞാൻ നോക്കും. ശൈത്യക്ക് എന്തെങ്കിലും പറയണ്ടോ? ലിഷ ചേച്ചി കൊണ്ടേ പോവുള്ളൂ. കേട്ടില്ലേ, ഇതാ തള്ള. പിന്നെ പിള്ള എങ്ങനെ നന്നാവും? ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഷോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. മര്യാദക്കാണെങ്കിൽ ഞാനും മര്യാദക്ക. എല്ലാവർക്കും ഡയറക്റ്റ് ഫൈനലിലേക്ക് പോകണമെങ്കിൽ ഈ 2 ഷെഡ്യൂൾ ഡയറക്റ്റ് ഫൈനലിലേക്ക് പോകായിരുന്നല്ലോ. എന്നെ നാട്ടിക്കരുത്. നാറ്റിക്കില്ല. ആകെ നാറിയിരിക്കില്ല. പിന്നെന്തോ ഒരു റിയാലിറ്റി ഷോ വരുമ്പോൾ ആദ്യം അതിന്റെ ഫോർമാറ്റ് എന്താണെന്ന് ആദ്യം കൃത്യമായി ഇതിന്റെ ഓഡീഷൻ മുതൽ നമ്മൾ പറഞ്ഞിട്ടാണ്. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. വന്നത് ഒരാളെ ജയിക്കുള്ളൂ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട. നിങ്ങൾ കൂടുതൽ സെന്റിമെന്റ്സും സംഭവങ്ങളും പറഞ്ഞു തന്നാൽ ഈ ഷോ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? പോയേ കയ്യിന്ന് പോയേ, പിന്നെയും പോയേ. നിങ്ങൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയണം ഈ ഷോ ഇവിടെ വെച്ച് നിർത്തണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. ഒരു കയ്യബദ്ധം, നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൻ സൂപ്പാക്കും.